വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജിൻ്റെ കാര്യത്തിൽ ഇന്നൊരു സുപ്രധാന കൂടിക്കാഴ്ച കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസും അതുപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇന്ന് ചേരുന്നുണ്ട്. മാഷെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അല്ലേ? എന്തായിരുന്നു ഉണ്ടായത്? അങ്ങോട്ടും തർക്കം ഇതില്ല. ഇതവരെ കാണണം. അവർ വിളിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം അവരോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതി കൊച്ചിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് പ്രധാനമന്ത്രി വന്നതിന് ശേഷം ആലോചിച്ചിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നത്. ഇന്നലെ രാത്രിയാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. ഇന്ന് 3:30-ക്കാണ് ചർച്ച വെച്ചിരിക്കുന്നത്. നിങ്ങൾ അനുകൂലമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഔദാര്യമല്ലല്ലോ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ അവകാശമാണ്. മാത്രമല്ല കോടതിയിൽ തന്നെ എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര സംഘം ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ വന്ന് പരിശോധിച്ചു. നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ധനകാര്യമന്ത്രി ഇവരാണിത് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ടാണ് കോടതിയിൽ പറഞ്ഞത് നിഷേധിച്ചിട്ടില്ല, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു സമീപനം നമ്മൾ ഇന്നത്തെ ചർച്ചയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കാലാകാലങ്ങളിൽ ചോദിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് വയനാട് തന്നെ അവിടെ കാർഷിക വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ അത് തിരിച്ചടക്കാൻ പറ്റില്ല. അത് കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കത്ത് കൊടുത്തിരുന്നു മുഖ്യമന്ത്രി. അത് റിസർവ് ബാങ്കിൽ പോയി. അവരുടെ മറുപടി എനിക്ക് വന്നു. അത് പറഞ്ഞത് ഇതിന് അനുകൂലമാണ് റിസർവ് ബാങ്ക്, പക്ഷേ തീരുമാനിക്കേണ്ടത് ലോക്കലായിട്ട് ബാങ്കുകളാണ്. ഞാൻ റിസർവ് ബാങ്ക് ഗവർണർ നേരിട്ട് കൊച്ചിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് പരസ്യമായിട്ട് പറയില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു അനുകൂലമായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട്, ധനകാര്യമന്ത്രി ബാലഗോപാൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ MP-മാർ പാർലമെൻറ്റിൽ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഒരു ന്യായമായ സഹായം സമയബന്ധിതമായി തരണം. മാത്രമല്ല വയനാട് ദുരന്തത്തിന് ശേഷം ദുരന്തം നടന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും സഹായം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് റിപ്പോർട്ട് കൂടി ഒരു സംഭവം നവംബർ 13 അത് സമർപ്പിച്ചെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ച. 10-ാം തീയതി എനിക്ക് തന്ന കത്തിലൊക്കെ പരാതി ഇല്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ അതായത് കേന്ദ്ര സംഘം വന്ന് കണ്ടു, അതിൻ്റെ റിപ്പോർട്ട് അവർ സമർപ്പിച്ചു. അതിനുശേഷം ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് റിപ്പോർട്ട് അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് കഴിഞ്ഞല്ലേ പരിശോധിക്കാൻ പറ്റുള്ളൂ, അതിന് മുമ്പ് പരിശോധിക്കാൻ പറ്റത്തില്ലല്ലോ. അവർ നവംബർ 13 തന്നത് കേരള സംസ്ഥാനം. അത് ഞാൻ പറഞ്ഞില്ല, ആ പരാതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിക്കില്ല. 10-ാം തീയതി ഒപ്പിട്ടതല്ലേ. ഉണ്ടെങ്കിൽ അതിനകത്ത് പറയുമല്ലേ കേരളത്തിൻ്റെ ഭാഗത്ത് ഇന്ന അപാകതകളുണ്ട് എന്നുള്ളത്. ടെക്നിക്കൽ കാര്യങ്ങൾ വെച്ചല്ലേ ഇത് കാണേണ്ടത്. ഇത് ഒരു തുറന്ന മനസ്സ്, ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ ഇന്നത്തെ ഈ കാര്യം ആവശ്യപ്പെടും, അതായത് ഈ പ്രത്യേക പാക്കേജ് എന്ന കാര്യം പറയുമ്പോൾ അതിൽ എന്തായിരിക്കും കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പ്രധാനമായി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ പാക്കേജ് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സഹായമാണ്. അല്ല, അതല്ല, അത് മൊത്തം പാക്കേജ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് അവരറിയിക്കട്ടെ. എന്തോ പ്രഥമ പരിഗണന എന്നുള്ള ഞാനല്ലല്ലോ പരിഗണന എടുക്കേണ്ടത്, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അവർ പറയട്ടെ. പറഞ്ഞിട്ടല്ലേ അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ ചെന്നതിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇന്നൊരു ഫോർമൽ ചർച്ചയായിരിക്കും. അതിനുശേഷം നമ്മുടെ 2-3 ചർച്ചകൾ കഴിഞ്ഞു. അതൊരു തുടർച്ചയായിട്ടും ചർച്ച. മുഖ്യമന്ത്രി തന്നെ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്, നമ്മുടെ ധനകാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ചയുടെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ തീരുമാനമെന്നറിയണം. ഇന്ന് പാർലമെൻറ്റ് തുടങ്ങണം, അപ്പോൾ അതിലും ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതാ ഞാൻ പറഞ്ഞ പാർലമെൻറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പെടും. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. തീരുമാനമെടുത്തതിന് ശേഷമാണ് എന്താണ് പ്രയോറിറ്റി, എന്താണ് പ്രയോറിറ്റി അല്ല, എന്താണ് ഉൾക്കൊള്ളിച്ചത്, എന്താണ് ഉൾക്കൊള്ളിക്കാത്തതെന്ന് പറയാൻ പറ്റത്തുള്ളൂ.